അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. ബഹുമാനികളും, ഇന്നത്തെ ക്ലാസ്സിൽ ഒരു പ്രധാനപ്പെട്ട വിഷയം, ഇന്ന് വെള്ളിയാഴ്ച ദിനമാണ്. വെള്ളിയാഴ്ച ദിനം നമുക്കൊക്കെയും അറിയാം, സ്വലാത്തുകൾ പൂർപ്പിച്ച് ചൊല്ലേണ്ട ഒരു ദിനമാണ്. കാരണം നമ്മുടെ സ്വലാത്തുകൾ മുത്തായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾക്ക് നേരിട്ട് അല്ലാഹു തആല കാണിച്ചു കൊടുക്കുകയും അവിടെ നിന്ന് സന്തോഷിക്കുന്ന ഏറ്റവും നല്ല ഒരു ദിനമാണ് വെള്ളിയാഴ്ച ദിനം. അതുകൊണ്ട് വെള്ളിയാഴ്ച ദിനം ഏറ്റവും കൂടുതൽ സുന്നത്തുള്ള ഒരു കർമ്മമാണ് സ്വലാത്ത് ചൊല്ലുക എന്നുള്ളത്. സ്വലാത്തും അതേപോലെ തന്നെ സൂറത്തുൽ കഹ്ഫും, ഈ രണ്ട് കാര്യമാണ് വെള്ളിയാഴ്ച ദിവസം നാം ചെയ്യുന്ന അമലുകളെ കൂട്ടത്തിൽ അല്ലാഹുവിന് ഏറെ ഇഷ്ടമുള്ള കാര്യം. അപ്പോൾ വെള്ളിയാഴ്ച ദിവസം സ്വലാത്ത് ചൊല്ലുക എന്നുള്ളതാണ് അല്ലാഹുവിന് ഏറ്റവും കാര്യം. അതുകൊണ്ട് വെള്ളിയാഴ്ച ദിവസം കടന്നു വരുമ്പോൾ മുത്തായ തങ്ങളെ സ്നേഹിക്കുന്ന ഓരോരുത്തർക്കും സന്തോഷിക്കേണ്ട ഒരു മുഹൂർത്തമാണ് വെള്ളിയാഴ്ച ദിവസം. അതുകൊണ്ട് ഇന്നത്തെ ക്ലാസ് നിങ്ങൾക്ക് പരിചയപ്പെടുത്താൻ പോകുന്ന സ്വലാത്ത് ദിവസവും ചൊല്ലുന്ന ഓരോരുത്തർക്കും സന്തോഷം ലഭിക്കുന്ന ഈ ഒരു സ്വലാത്തിനെ കുറിച്ചാണ്. ഈ ഒരു സ്വലാത്തിന്റെ മഹത്വം നിങ്ങൾ അറിഞ്ഞാൽ പിന്നെ ഒരിക്കലും ജീവിതത്തിൽ ചുരുങ്ങുന്ന ഒരു 11 തവണ വീതമെങ്കിലും നിങ്ങൾ ചൊല്ലി പതിവാക്കും, ഉറപ്പാണ്. കാരണം ഹബീബായ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുന്നു, ഒരു മനുഷ്യൻ ഈ ഒരു സ്വലാത്ത് ചൊല്ലിയാൽ അദ്ദേഹത്തിന് ലഭിക്കുന്ന മഹത്വം ഒരു നാൾ ലോകത്തുള്ള സർവ്വ മുഅ്മിനീങ്ങൾ ആ മുഅ്മിനീങ്ങളൊക്കെയും ഹബീബായ തങ്ങളുടെ മേലിൽ സ്വലാത്ത് ചൊല്ലുന്നു. അതായത് സ്വലാത്ത് ചൊല്ലുന്ന ലോകത്തുള്ള എല്ലാ മുഅ്മിനീങ്ങൾ അവരുടെ അതനുസരിച്ച്, അവരുടെ കണക്കനുസരിച്ച് ഈ ഒരു സ്വലാത്ത് ഒരു തവണ ചൊല്ലിയാൽ അവന് അല്ലാഹു ആ ആളുകളുടെ എണ്ണത്തിൽ ഇദ്ദേഹത്തിന് പ്രതിഫലം നൽകും. അതായത് ഒരു ദിവസം മുത്തായ തങ്ങളുടെ മേലിൽ സ്വലാത്ത് ചൊല്ലുന്ന എത്രയോ ആശിക്കുകളുണ്ട്. അവരുടെ എണ്ണത്തിൽ ഈ മനുഷ്യന് ഒറ്റ സ്വലാത്ത് ചൊല്ലലോടുകൂടെ അവരുടെ എണ്ണത്തിൽ ഇദ്ദേഹത്തിന് പ്രതിഫലം ലഭിക്കുമെന്ന് മുത്തായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പഠിപ്പിച്ചതാണ്. അപ്പോൾ ഇന്ന് വെള്ളിയാഴ്ച രാവാണ് കടന്നു വരുന്നത്. ഇന്ന് ഇൻഷാ അല്ലാഹ് എന്റെ ജീവിതത്തിൽ ദിവസവും ചുരുങ്ങിയത് ഒരു 11 തവണ, അത് സാധിക്കാത്തവർ കടന്നുറങ്ങാൻ പോകുന്ന നേരം ഒരു 3 തവണ അല്ലെങ്കിൽ ഒരു തവണയെങ്കിലും നിങ്ങൾ ചൊല്ലണം. അല്ലാഹു നമുക്ക് ഭാഗ്യം തരട്ടെ. ഏതാണ് ആ സ്വലാത്ത്? അല്ലാഹുമ്മ സ്വല്ലി അലാ സയ്യിദിനാ മുഹമ്മദിൻ അന്നബിയ്യി അദദ മൻ സ്വല്ല അലൈഹി മിൻ ഖൽഖിക. അല്ലാഹുമ്മ സ്വല്ലി അലാ സയ്യിദിനാ മുഹമ്മദിൻ النبي كما ينبغي لنا أن نصلي عليه. اللهم صل على سيدنا محمد النبي كما أمرتنا أن نصلي عليه. ഈ ഒരു സ്വലാത്താണ്. ഒന്നുകൂടി പറയാം. അല്ലാഹുമ്മ സ്വല്ലി അലാ സയ്യിദിനാ മുഹമ്മദിൻ അന്നബിയ്യി അദദ മൻ സ്വല്ല അലൈഹി മിൻ ഖൽഖിക. അല്ലാഹുമ്മ സ്വല്ലി അലാ സയ്യിദിനാ മുഹമ്മദിൻ അന്നബിയ്യി കമാ യൻബഗി ലനാ അൻ നുസല്ലി അലൈഹി. അല്ലാഹുമ്മ സ്വല്ലി അലാ സയ്യിദിനാ മുഹമ്മദിൻ അന്നബിയ്യി കമാ അമർതനാ അൻ നുസല്ലി അലൈഹി. ഈ ഒരു സ്വലാത്താണ് എല്ലാവരും പതിവാക്കണം. ചുരുങ്ങിയത് ഈ കേൾക്കുന്ന സമയത്തെങ്കിലും ഒരു 2 തവണയെങ്കിലും ചൊല്ലണം. അല്ലാഹു നമുക്ക് ഭാഗ്യം ചെയ്യട്ടെ. ആമീൻ യാ റബ്ബൽ ആലമീൻ.